നിങ്ങളൊരു വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ്റെ അളവ് കുറവായിരിക്കും. ഹായ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ വെജിറ്റേറിയൻസിന് പറ്റിയിട്ടുള്ള നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. പാല്, മുട്ട, ചിക്കൻ, മട്ടൺ ഇതൊക്കെ ആനിമൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീനാണ്. ഇതൊന്നും കഴിക്കാൻ പറ്റാത്തവർക്ക് പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻസ് കഴിക്കാം. നിങ്ങളുടെ ഡയറ്റിൽ ഇന്ന് മുതൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള 5 മികച്ച പ്ലാന്റ് പ്രോട്ടീൻ ഭക്ഷണമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. സോ വെൽക്കം ബാക്ക് ടു ഡോ ഫുഡ്. നമുക്ക് തുടങ്ങാം. വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നവർ ചിലപ്പം പാല് കുടിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ മുട്ട കഴിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് കൊളസ്ട്രോൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും മുട്ട കഴിക്കുമ്പോഴും ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് കൊളസ്ട്രോളിൻ്റെ വാല്യൂ നോക്കണം. ട്രൈഗ്ലിസറൈഡ്സിൻ്റെ വാല്യൂ കൂടുന്നുണ്ടോ, കുറയാണോ, അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടോ, ഇതൊക്കെ അറിയാൻ ഫാസ്റ്റിംഗ് ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ്സ് നമുക്ക് എളുപ്പത്തിൽ കിട്ടും. അത് ധാന്യങ്ങളിലൂടെ ആവാം, ഫ്രൂട്ട്സിലൂടെ ആവാം. അധിക മലയാളികളും കഴിക്കുന്ന ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവിൽ യാതൊരു കുറവുമില്ല, അല്ലെങ്കിൽ ആവശ്യത്തിലും കൂടുതലാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പ്രോട്ടീൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അധിക പേരും അവർക്ക് എത്ര പ്രോട്ടീനാണോ ഓരോ ദിവസം കിട്ടേണ്ടത് അതിൻ്റെ അടുത്ത് പോലും അവരുടെ ഭക്ഷണത്തിൽ നിന്നും പ്രോട്ടീൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് വെജിറ്റേറിയൻ ഭക്ഷണത്തിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. കാരണം വെജിറ്റേറിയൻ ഭക്ഷണം അല്ലെങ്കിൽ പ്ലാന്റ് ബേസ്ഡ് ഭക്ഷണം കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ കഴിച്ചാൽ മാത്രമേ നമുക്ക് ബോഡിക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ കിട്ടുകയുള്ളൂ. ഇനി പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഈ പ്രോട്ടീൻ കഴിക്കുന്നത്, ഇതെല്ലാം ഞാൻ മറ്റൊരു വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടണിൻ്റെ താഴെ കാണാം. നിങ്ങളൊരു അഡൽട്ട് ആണെങ്കിൽ, സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും നിങ്ങളുടെ ബോഡി കൃത്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കാൻ, നിങ്ങളുടെ ബോഡിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഡാമേജസും ഇഞ്ചുറീസും അതൊക്കെ റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ബോഡിയിലുള്ള പലതരത്തിലുള്ള ബയോകെമിക്കൽ റിയാക്ഷൻസ് കൃത്യമായി നടക്കണമെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ വേണം. ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളുടെ ഓരോ കിലോ ബോഡി വെയ്റ്റിനും 1 ഗ്രാം പ്രോട്ടീൻ എന്നുള്ള രീതിയിൽ വേണം. ഉദാഹരണത്തിന് നിങ്ങളുടെ ബോഡി വെയ്റ്റ് 60 കിലോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം 60 ഗ്രാം പ്രോട്ടീൻ കിട്ടണം. അത് ആനിമൽ ബേസ്ഡ് പ്രോട്ടീൻ കഴിക്കുമ്പോൾ എളുപ്പമാണ്, പക്ഷേ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻസ് കഴിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ 5 മികച്ച പ്ലാന്റ് പ്രോട്ടീനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ ആദ്യം പറയാനുള്ളത് ചെറുപയറിനെ കുറിച്ചാണ്. മൂങ് ദാൽ എന്ന് പറയും. എല്ലാവർക്കും അറിയുന്ന ഭക്ഷണം തന്നെയാണ്, പക്ഷേ ഇത് കഴിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റിയാണ് അധികം ആൾക്കാരും ശ്രദ്ധിക്കാത്തത്. ചെറുപയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റും നല്ലതാണ്, അധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. എളുപ്പത്തിൽ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഭക്ഷണമാണ്. ചെറുപയറിലുള്ള പ്രോട്ടീനെ കുറിച്ച് പറയാം, പക്ഷേ ഇതിൽ പ്രോട്ടീൻ കൂടാതെ പൊട്ടാഷ്യം, കാൽഷ്യം, അയൺ എന്ന് പറഞ്ഞ മിനറൽസും അടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ ബോൺ ഹെൽത്തിനും മസിൽസ് റിപ്പയർ ചെയ്യാനും സ്കിൻ ഹെൽത്തിനും കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിനൊക്കെ ചെറുപയറിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസും മിനറൽസും വളരെയധികം ബെനിഫിഷ്യലാണ്. 100 ഗ്രാം ചെറുപയറിൽ അടങ്ങിയിരിക്കുന്നത് 25 ഗ്രാം പ്രോട്ടീനാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് മുളപ്പിക്കാത്ത ചെറുപയറിൻ്റെ കാര്യമാണ്. ഇനി അത് മുളപ്പിച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ 30% പ്രോട്ടീൻ വീണ്ടും കൂടും. അതായത് ഏകദേശം 32 ഗ്രാം വരെ പ്രോട്ടീൻ മുളപ്പിച്ച ചെറുപയറിന് കിട്ടും. അധികം ആൾക്കാർക്കൊന്നും 100 ഗ്രാം ചെറുപയർ ഒരു ദിവസം കഴിക്കാൻ പറ്റാറില്ല. അപ്പോൾ നിങ്ങളൊരു ദിവസം 50 ഗ്രാമാണ് കഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 12 മുതൽ 16 ഗ്രാം പ്രോട്ടീൻ കിട്ടാം. ചെറുപയറിനെ കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്കും നിങ്ങൾക്ക് ലൈക്ക് ബട്ടണിന് താഴെ കാണാവുന്നതാണ്. രണ്ടാമത്തത് ഉഴുന്ന് പരിപ്പാണ്. ഉഴുന്ന് പരിപ്പ് നമ്മൾ സാധാരണ രീതിയിൽ ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കാൻ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ അങ്ങനെയല്ല. ഉഴുന്ന് പരിപ്പ് ഉപയോഗിച്ചിട്ട് പലതരത്തിലുള്ള റെസിപ്പീസ് അവർ ഉപയോഗിക്കാറുണ്ട്. ചെറുപയറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഉഴുന്ന് പരിപ്പിൻ്റെ ഡൈജഷൻ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. അത്ര എളുപ്പത്തിൽ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രോട്ടീൻ സോഴ്സ് അല്ല ഉഴുന്ന് പരിപ്പ് എന്ന് പറയുന്നത്. എന്നാലും നിങ്ങളിത് സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങളൊരു 4 മുതൽ 8 മണിക്കൂർ വരെയൊക്കെ വെള്ളത്തിൽ പുതർത്തി വെച്ചതിന് ശേഷമാണ് ഇത് കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഒളിഗോസാക്രൈഡ്സ് പറഞ്ഞ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ കണ്ടന്റ് കുറയും. അത് കുറയുന്നതിനനുസരിച്ച് തന്നെ ഗ്യാസ്, ബ്ലോട്ടിങ് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവുന്നതും കുറയ്ക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള കപ്പിൽ പകുതി ഉഴുന്ന് പരിപ്പ് ഒരു ദിവസം കഴിക്കുകയാണെങ്കിൽ തന്നെ 12 ഗ്രാം പ്രോട്ടീൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. മറ്റു തരത്തിലുള്ള പ്രോട്ടീനെ വെച്ച് നോക്കുമ്പോൾ ഉഴുന്ന് പരിപ്പ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഫുൾനെസ് ഉണ്ടാവും. ഇടയ്ക്ക് വിശക്കാൻ ചാൻസ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഉഴുന്ന് പരിപ്പ് വെയിറ്റ് ലോസിനും ഫാറ്റ് ലോസിനും നല്ലൊരു ഭക്ഷണമെന്നാണ് പറയുന്നത്. അടുത്ത പറയാനുള്ളത് പരിപ്പിനെ കുറിച്ചാണ്. ബംഗാൾ ഗ്രാം എന്ന് പറയും, അല്ലെങ്കിൽ ചനാദാൽ എന്ന് പറയും. ഇതും നമ്മൾ കറിയിലൊക്കെ ഉപയോഗിക്കാറുണ്ട്, പക്ഷേ ഉപയോഗിക്കുന്നതിൻ്റെ അളവ് കുറവാണ്. കേരള ഫുഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കറി ഉപയോഗിക്കുന്ന സമയത്ത് അതിലുള്ള ലിക്വിഡ് മാത്രമാണ് അധികം ആൾക്കാർ ഉപയോഗിക്കാറ് ടേസ്റ്റിന് വേണ്ടി. അതിലടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻസോ അല്ലെങ്കിൽ പീസസോ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ അധികം ആൾക്കാർ മാറ്റി വെക്കുകയാണ് ചെയ്യാറ്. പരിപ്പിൻ്റെ കാര്യത്തിൽ ഏകദേശം അതേപോലെ തന്നെയാണ്. പരിപ്പ് ഉപയോഗിച്ചിട്ടുള്ള കറിയാണെന്നുണ്ടെങ്കിലും എല്ലാതെയും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 50 മുതൽ 100 ഗ്രാംസെങ്കിലും കഴിക്കണം. എന്നാലേ 20 ഗ്രാംസിനടുത്ത് പ്രോട്ടീൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇതിൽ പ്രോട്ടീൻ മാത്രമല്ല അയണും കാൽഷ്യമും പൊട്ടാഷ്യം എന്ന് പറഞ്ഞ മിനറൽസും അടങ്ങിയിട്ടുണ്ട്. ഉഴുന്ന് പരിപ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ പരിപ്പും കുറച്ച് സമയം സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം, വെള്ളത്തിൽ പുതർത്തി വെച്ചതിന് ശേഷം, അത് തലേ ദിവസം രാത്രിയാണെങ്കിൽ കുറച്ചും കൂടി നല്ലത്. അങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ കൊണ്ടുണ്ടാകുന്ന ഗ്യാസ് ട്രബിളും ബ്ലോട്ടിങ് ഇഷ്യൂസും
ഡൈജഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ സാധിക്കും. നാലാമത്തത് പറയാനുള്ളത് ഗ്രീൻ പീസിനെ കുറിച്ചാണ്. ഗ്രീൻ പീസ് ഉപയോഗിച്ചിട്ട് നമ്മൾ സ്റ്റൂവും കറിയും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇവിടെയും ശ്രദ്ധിക്കേണ്ടത്, ഒരു കപ്പെങ്കിലും ഗ്രീൻ പീസ് കഴിച്ചു കഴിഞ്ഞാൽ 10 ഗ്രാമിൻ്റെ അടുത്ത് പ്രോട്ടീൻ കിട്ടുകയുള്ളൂ. സാധാരണ രീതിയിൽ എല്ലാവരും ഗ്രീൻ പീസ് ഉപയോഗിച്ചിട്ടുള്ള കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ 3 നേരം ആ കറി കൂട്ടും. പക്ഷേ ആ കറിയിലുള്ള ഗ്രീൻ പീസ് കൂട്ടുന്നത് വളരെ കുറവായിരിക്കും. 10 ഗ്രാമിൻ്റെ താഴെ അല്ലെങ്കിൽ 20 ഗ്രാം അത്രയൊക്കെ കഴിക്കാനുണ്ടാവുള്ളൂ. അത്രയും കുറച്ച് ഗ്രീൻ പീസാണ് നിങ്ങൾ ഓരോ ദിവസം കഴിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീനും കുറവായിരിക്കും. 1 അല്ലെങ്കിൽ മാക്സിമം 2 ഗ്രാം പ്രോട്ടീനേ ഒരു ദിവസം കിട്ടുന്നുള്ളൂ. നിങ്ങൾ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ അത് മെയിൻലി 2 തരത്തിലാണുള്ളത്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് വേ പ്രോട്ടീൻ സപ്ലിമെൻ്റ് ആണ്. അത് പാലിൽ നിന്നും ഉണ്ടാക്കുന്നതാണ്. പക്ഷേ നിങ്ങൾ പ്ലാൻ ബേസ്ഡ് പ്രോട്ടീൻ ആണ് നോക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള പ്രോട്ടീൻസ് ഒക്കെ ഉണ്ടാക്കുന്നതും പീ പ്രോട്ടീൻസ് ഉപയോഗിച്ചിട്ടാണ്. ഗ്രീൻ പീസിനേക്കാളും യെല്ലോ പീസാണ് ഉപയോഗിക്കാറ്. ഇപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ യെല്ലോ പീസും അവൈലബിൾ ആണ്. അതിലും പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലാണ്. അപ്പോൾ കമേഴ്ഷ്യൽ ലെവലിൽ പോലും പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പീസാണ് നമ്മൾ കറി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. പക്ഷേ അത് ഉപയോഗിക്കുന്നതിൻ്റെ അളവാണ് അധികം ആൾക്കാരും ശ്രദ്ധിക്കാത്തത്. കൃത്യമായിട്ടുള്ള അളവ് ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്കും പ്ലാന്റ്സിൽ നിന്നും ആവശ്യത്തിന് പ്രോട്ടീൻ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഓരോ ദിവസവും കിട്ടാവുന്നതാണ്. അഞ്ചാമത് പറയാനുള്ളത് നട്ട്സിനെ കുറിച്ചാണ്. അത് പീനട്ട് ആണെന്നുണ്ടെങ്കിലും കാഷ്യൂനട്ട് ആണെങ്കിലും ആൽമണ്ട്സ് ആണെന്നുണ്ടെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ കയ്യിൽ കൊള്ളുന്ന അത്രയും നട്ട്സ് കഴിച്ചാൽ തന്നെ നിങ്ങൾക്ക് മിനിമം 10 ഗ്രാമെങ്കിലും പ്രോട്ടീൻ ആ നട്ട്സിൽ നിന്നും കിട്ടും. അപ്പോൾ ബേക്കറി ഐറ്റംസിന് പകരം ബിസ്ക്കറ്റിന് പകരം നിങ്ങൾ സ്നാക്കിന് വേണ്ടി നട്ട്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ നിങ്ങൾക്ക് ഓരോ ദിവസം കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ്. പീനട്ട് ബട്ടറായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പീനട്ട് ബട്ടർ എന്ന് പറഞ്ഞാൽ അതിൽ ബട്ടറൊന്നും ആഡ് ചെയ്യുന്നില്ല. പീനട്ട്സ് റോസ്റ്റ് ചെയ്തതിന് ശേഷം പൗഡറാക്കി ഉപയോഗിക്കുന്നതിനെയാണ് പീനട്ട് ബട്ടർ എന്ന് പറയുന്നത്. ഒരു ദിവസം 2 സ്പൂൺ വരെ പീനട്ട് ബട്ടർ എഡൽസിന് ഉപയോഗിക്കാവുന്നതാണ്. പ്ലാന്റ്സിൽ നിന്നും കിട്ടുന്ന പ്രോട്ടീൻ ആനിമൽ സോഴ്സ് ഓഫ് പ്രോട്ടീനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അമിനോ ആസിഡ്സിൻ്റെ അളവിലും ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ അതിൻ്റെ അർത്ഥം പ്ലാന്റ് പ്രോട്ടീൻ തീരെ കഴിക്കേണ്ടെന്നല്ല. ആനിമൽ സോഴ്സ് ആണെന്നുണ്ടെങ്കിലും പ്ലാന്റ് സോഴ്സ് ആണെന്നുണ്ടെങ്കിലും രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. പക്ഷേ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രോട്ടീൻ കഴിക്കുന്നതിൻ്റെ അളവാണ്. അത് പ്ലാന്റ് ബേസ്ഡ് ആണെങ്കിലും ആനിമൽ ബേസ്ഡ് പ്രോട്ടീൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു ദിവസം കിട്ടേണ്ട പ്രോട്ടീൻ കൃത്യമായിട്ടും കിട്ടുന്നുണ്ടെങ്കിൽ അത് ഏത് സോഴ്സ് ആണെന്നുള്ളത് നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ ഏതാണ് അത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യാത്തത് സോയ പ്രോട്ടീനെ കുറിച്ചാണ്. സോയാബീൻ, സോയ ചങ്ക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പ്ലാന്റ്സിൽ നിന്നും കിട്ടാവുന്നതിൻ്റെ ഏറ്റവും റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ സോയ പ്രോട്ടീൻ ആണ്. സോയ പ്രോട്ടീനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ.